ഇന്ന് ശരിക്കും ഒരു സ്റ്റോറി അല്ല, ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഞാൻ ഇന്നലെ വായിച്ച നിങ്ങളോട് പറയണം എന്ന് തോന്നിയ വെറും ഒരു സ്റ്റേറ്റ്മെന്റ്. ഫിസിക്സിലെ ഏറ്റവും ക്രൂരമായ ഒരു നിയമമാണ് എൻട്രോപ്പി എന്ന് പറയുന്നത്. നിയമം വളരെ ലളിതമാണ്. എല്ലാ കാര്യങ്ങളും നല്ലതിൽ നിന്ന് തുടങ്ങി മോശം അവസ്ഥയിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. ഉദാഹരണത്തിന്, നമ്മുടെ വീട്ടിലെ ഒരു റൂം വൃത്തിയാക്കിയിട്ടാൽ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ അത് മോശം അവസ്ഥയിലേക്ക് പോകും. നമ്മളൊരു ഭക്ഷണം നല്ല ടേസ്റ്റോട് കൂടി ഉണ്ടാക്കി വെച്ചാൽ കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ അത് ചൂടാറും, വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടായിരിക്കില്ല. അത് മാത്രമല്ല, കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞാൽ അത് ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത രീതിയിൽ കേടായി പോകും. ശ്രദ്ധിക്കാത്ത ശരീരം രോഗിയായി മാറും ചെയ്യും. ജീവിതം നശിക്കാനായിട്ട് നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടതില്ല, വെറുതെ ഇരുന്നു കൊടുത്താൽ മാത്രം മതി. നമ്മുടെയൊക്കെ മടി എന്ന് പറയുന്നത് ഒരു കുറ്റമല്ല, അതൊരു ഗ്രാവിറ്റിയാണ്. അത് എപ്പോഴും നമ്മളെ താഴേക്ക് വലിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് വിജയം എന്ന് പറയുന്നത് പ്രകൃതി വിരുദ്ധമാണ്. എൻട്രോപ്പിയെ തോൽപ്പിക്കാനായിട്ട് നമ്മൾ എന്നും എന്തെങ്കിലും ഒക്കെ ചെയ്താൽ മതിയാവും. എന്നും നമ്മുടെ എനർജി അതിനുവേണ്ടി ചെലവാക്കിയേ മതിയാവും. ഈ പറയുന്ന ഗ്രാവിറ്റിക്ക് അനുസരിച്ച് ജീവിക്കുന്ന ആളുകൾ ലൈഫിൽ തോറ്റുപോകും. ഗ്രാവിറ്റിക്കെതിരെ എന്നും എനർജി ചെലവാക്കി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ വിജയിക്കുകയും ചെയ്യും. ഈ വിജയിച്ചിട്ടുള്ള ആളുകൾ ഓരോ ദിവസവും പ്രപഞ്ചത്തോട് യുദ്ധം ചെയ്യുകയാണ്. എ വാർ അഗൈൻസ്റ്റ് ഫിസിക്സ്. വെറുതെ ഇരിക്കുക എന്നത് വളരെ ഈസിയാണ്, അതൊരു തുരുമ്പെടുക്കലാണ്. ഇന്ന് യുദ്ധം ചെയ്തില്ലെങ്കിൽ നാളെ നമ്മൾ നശിക്കും. അതുകൊണ്ട് എന്നും പ്രകൃതിക്കെതിരെ യുദ്ധം ചെയ്തുകൊണ്ടേയിരിക്കുക. അപ്പോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.